ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെൻ സ്റ്റാർസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വല്ലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഇൻട്രോ കിട്ടത്തുള്ളൂ. നമുക്കൊക്കെ അത്രയും ഇതുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മള് എങ്ങനെയാണ് ചേട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? പറയൂ. ഡ്രൈവർ പറയും മാഡം, എവിടേക്ക് പോകണം? അപ്പൊ ഗൈസ്, നമ്മുടെ അല്ലൂസിന്റെയും ഐനൂസിന്റെയും പിറന്ന നാളായിരുന്നു. ആഘോഷം കഴിഞ്ഞു. മൂന്നാമത്തെ പിറന്നാളാണ് നമ്മുടെ അല്ലൂസിന്റെ. ദൈവമേ ചേട്ടാ മാറി നിക്ക്. നമ്മുടെ അല്ലൂസും ഐനൂസും വന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാന് നമ്മുടെ ഈ കിടക്കുന്ന ആളുണ്ടല്ലോ, ഈ കിടക്കുന്ന ആളുടെ വയറ്റിലുണ്ടായിരുന്നപ്പോള് എനിക്ക് അവരെ കാണാൻ പറ്റാണ്ട് 28ന്റെ അന്നം കണ്ടാണ് ഞാൻ എന്റെ ഐനൂനെയും കാണാൻ പോണത്. ഓർമ്മയുണ്ട് ഏട്ടന്? അത്രയും നാള് കഴിഞ്ഞിട്ടാണ് ഞാൻ അവരെ കാണാൻ പോണത്. അവരെ ഫസ്റ്റ് കണ്ട ആ ഒരു നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ഹോസ്പിറ്റലിന്റെ ഡോറ് തുറന്നപ്പോള് കീത്തുന്റെ കയ്യില് അല്ലുവാണോ ഐനാണെന്ന് എനിക്കറിയില്ല, ഒരാളിരിക്കുന്നു. അപ്പൊ ഒരാളുടെ കാല് താഴത്തോട്ട് നീളത്തിലൊരു നൂല്. അയ്യോ, ആ ഒരു കാഴ്ചയാണ് എന്റെ മനസ്സിൽ ഫസ്റ്റ്. ഞാൻ അവരെ ആദ്യമായിട്ട് കാണാൻ അങ്ങനെയാ. അതെന്നെ ഒരിക്കലും മറക്കില്ല. അപ്പം അവിടെ ചെന്ന് അവരാദ്യമായിട്ട് കണ്ടിട്ടുള്ള ആ ഒരു സീൻ ഉണ്ടല്ലോ, എനിക്ക് കരച്ചില് വന്ന് കരയാൻ കരയാൻ പറ്റാതെ നിന്ന ആ ഒരു അല്ല ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞതാ. ആ ഒരു സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം അപ്പൊ അതിന്ന് നമ്മുടെ പിള്ളേരിയ ഇപ്പൊ നമ്മുടെ അല്ലൂസ് ഐനൂസ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ അല്ലൂസ് ഐനൂസും എക്സ്ട്രാ ഓർഡിനറിയാണ് എല്ലാ കാര്യത്തിലും. അപ്പൊ ഈ ഒരു 3 വർഷം വേഗം തന്നെ പോയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പിറന്നാളിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കണ്ടേ. അപ്പൊ സെലിബ്രേഷൻ എന്ന് പറയാനൊന്നുമില്ല. നമ്മുടെ കുടുംബയോഗം നമ്മുടെ വീട്ടിലാണ്, കൂട്ടുകുടുംബം നമ്മുടെ വീട്ടിലാണ് നടക്കേണ്ടിയിരുന്നത്. അതായത് നമുക്കിങ്ങനെ ഓർഡർ ഉണ്ട്, 12 കുടുംബങ്ങളുണ്ട്. ആ 12 കുടുംബം വട്ടത്തി ഓരോ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലാണ് നടത്തേണ്ടത്. അപ്പൊ കറക്റ്റ് ആ ഡേറ്റ് വരുന്നത് പിറന്നാളിന്റെ അന്നായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും അവരെ പിറന്നാളല്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കേക്ക് കട്ട് ചെയ്തു, ഫുഡൊക്കെ എല്ലാവർക്കും ഒന്ന് കൊടുത്ത് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. അപ്പൊ ശരിക്കും അതായത് സെലിബ്രേഷൻ ഇല്ലെങ്കിൽ ഫുഡ് ഉണ്ടാവും കേട്ടോ കുടുംബത്തിന്. അവർക്ക് അറിയണാണല്ലോ, നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ട് കണ്ട്. അപ്പൊ ഇന്ന് നമ്മളിത് പോണത് കൊടുങ്ങല്ലൂർക്കാണ്. അവർക്ക് എന്തെങ്കിലും മേടിക്കാന്ന് വെച്ചു. സത്യം പറഞ്ഞാ മനസ്സിൽ ഒരു ഐഡിയ ഇല്ലാണ്ടാണ് പോണത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് അലമാരിയാണ് കേട്ടോ മേടിച്ചു കൊടുത്തത്. അത് വളരെ അത്യാവശ്യം ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു അലമാരി, അവരെ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്രാവശ്യം എന്ത് മേടിക്കും, എന്താ അവർക്ക് മേടിച്ചു കൊടുക്കുക, അങ്ങനെ ഒരു ഡൗട്ടായിരുന്നു. വണ്ടിയുടെ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛനെ കണ്ട വഴി ഓടിച്ച്. അച്ഛൻ പറഞ്ഞു വണ്ടി ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലാണെങ്കിൽ വണ്ടിയെ കൊണ്ട് നിക്കകളില്ല, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. പിന്നെ നമ്മളിപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ച ഇലക്ട്രിക് വണ്ടി മേടിച്ചു കൊടുക്കാന്ന്. വലിയ വണ്ടി ഉണ്ടാവും, ജീപ്പ് പോലത്തെ. പക്ഷെ അതൊരു സ്റ്റേജ് കഴിഞ്ഞ് അവര് ഓടിക്കില്ല. അവർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും മേടിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ എന്ത് തീരുമാനിച്ചു, നമ്മള് അവരെ അരയിലിടാനായിട്ട് ഒരു അരഞ്ഞാണില്ല, കറുത്ത ചിരട ഇടുന്ന വെള്ളിയരഞ്ഞാണില്ല. അപ്പൊ വെള്ളിയരഞ്ഞാണം മേടിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടാളും പൊട്ടി. അപ്പം ഇപ്പൊ കറുത്ത ചിരട ഇടുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചേ എന്താ പറയാ, നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ഇതാക്കാൻ സാധിക്കാത്തതാണെങ്കിൽ പോലും അല്ലൂസിനൊരു സ്വഭാവമുണ്ട്. ഈ പുത്തൻ വല്ല സാധനങ്ങളൊക്കെ കാണുമ്പോൾ, ന്യൂ ഡ്രസ്സ് കാണുമ്പോൾ അവൻ അപ്പൻ്റെ അടുത്തൊന്ന് പറയും, അഞ്ചു ന്യൂ ചേട്ടാ ഇല്ല ന്യൂ, അങ്ങനെ വന്നിട്ട് അല്ലു പറയും. അതുപോലെ ഇവർ 2 പേരുടെ കയ്യിലും ഓരോശം വള ഉണ്ടായിരുന്നത് പൊട്ടി ഒടിഞ്ഞു അങ്ങനെ അങ്ങോട്ടൊക്കെ ഞടങ്ങിയൊക്കെ പോയതോളൂ കേട്ടാ. അങ്ങനെ അങ്ങോട്ട് പോയി. ഇവൻ എൻ്റെ അടുത്ത് ഇടയ്ക്ക് വന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ജ്വല്ലറിയിലൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ ഇവൻ എൻ്റെ അടുത്തൊന്ന് പറയും. കീത്തുന്റെ അടുത്ത് പറയില്ല, ഇവൻ എൻ്റെ അടുത്തൊന്ന് പറയും അഞ്ചു തേറ്റ വള ഇയ്യോ അങ്ങനെ പറയും. അയ്യോ, എനിക്കത് ഭയങ്കര വിഷമാ അത് കേൾക്കുമ്പോൾ. എനിക്കെന്ന് വെച്ചാലേ കാശിക്കുട്ടന്റെ കയ്യിലെടുക്കണ ഈ ഒരു വളയുണ്ടല്ലോ, ഇത് നമ്മുടെ പാറുട്ടന്റെ വളയിലിട്ട് അത് പാടുമ്പോൾ എത്ര നാളായില്ലേ പോലീസ്.
പാറും 3 വയസ്സുള്ളതല്ല 3 വയസ്സ് വരെ ഇട്ടത് ആള് 3 വയസ്സിൽ നമ്മള് മാറ്റിയില്ലേ. അത് മാറ്റിയതിന് ശേഷമുള്ള അതെ. അപ്പൊ പാറുമോളുടേത് ഇടാനുണ്ട്. അപ്പൊ അവന്മാർക്കാണെങ്കിൽ 2 പേർക്കും വള്ളില്ല ഇടാനായിട്ട്. അപ്പൊ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നാലോ നയാ പൈസ ഇല്ല അങ്ങനെയാണ്. അപ്പൊ എന്നോട് എനിക്ക് പറയോ പറയടാ മോനെ. നോക്കട്ടെ അവിടെ ചെന്നിട്ട് ഇനി ടോസ്റ്റ് നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ നമുക്ക് ഈ പറഞ്ഞാൽ എന്ത് കൊടുത്താലും മതിയാവൂല. അതെ. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാലേ എന്താ പറയാ, എന്നോട് പറയാൻ അത് ശരിയല്ല. ഏട്ടനോട് പറയാൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ നേരെ ഇപ്പൊ പോവാ അമ്മയുടെ ഓഫീസിൽ പോകുന്നു. അതുണ്ട്. അപ്പൊ ആ സാധനം എടുത്ത് കുറച്ച് കൂട്ടി വെക്കാം. അമ്മമാർക്ക് 2 പേർക്കും. അത് ഞാൻ നോക്കട്ടെ അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് എടുക്കാൻ പറ്റുമോ, ഫണ്ട് എടുക്കാൻ പറ്റുമോ അങ്ങനൊന്നും അറിയില്ല. എന്നിട്ട് ഗോൾഡ് എടുക്കേ, ഗോൾഡ് കൊടുത്ത് മേടിക്കേ, അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ. അപ്പൊ നമ്മൾ എന്തായാലും എവിടേക്ക് പോകുന്നു? ഗോൾഡ് കൊടുത്തെങ്കിലും പൈസ വേണം. നോക്കട്ടെ. ഞങ്ങളപ്പോൾ ആദ്യം തന്നെ മണപ്പുറത്തേക്ക് വന്നു. അമ്മയുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചു. വേറെ ഒന്നുമല്ല കേട്ടോ. ഇപ്പം എനിക്ക് അമ്മ അവിടെ ഇങ്ങനെ ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ, അല്ല അമ്മ മണപ്പുറം മാബനാണ്, ഫിനാൻസല്ല, അങ്ങനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്കൊരു പൈസയ്ക്കൊരു ഷോർട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അമ്മയുടെ കയ്യിൽ ഗോൾഡ് ഇരിക്കുന്നതായാലും, ഇപ്പോൾ എൻ്റെ ഗോൾഡൊക്കെ ഞാൻ അവിടെ തന്നെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ പണയൊക്കെ വയ്ക്കാം. അതൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂട്ടിയെടുക്കാനായാലും അത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അമ്മയ്ക്ക് അറിയുന്നതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് എന്താ പറയുക, ആദ്യം ഞാൻ വിളിക്കാം അമ്മേനെ, അമ്മ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പം അമ്മ അത് സെറ്റാക്കി തന്നു എനിക്ക്. എന്താ പറയുക, പിള്ളേർക്ക് ഗോൾഡ് എടുക്കും. ഇപ്പം നമുക്കറിയാമല്ലോ ഗോൾഡിന് പൊന്നും വിലയാണ് ഭയങ്കര. അപ്പം നാളേക്കുള്ളൊരു അസറ്റ് എപ്പോഴും ഗോൾഡ് ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഗോൾഡ് എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും വലിയൊരു മൂലധനം. അപ്പം ചിന്തിച്ച് ഞാൻ വേറെ ഒന്നുമല്ല, അവർക്ക് ഇപ്പോൾ ഞാൻ കാശിക്കും പാറുവിനും ഗോൾഡ് സേവ് ചെയ്ത് വെക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നത് അവർക്ക് നാളേക്ക് ഒരു അസറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അലൂസിനായാലും അത് കൊടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നാളെ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു അസറ്റായിരിക്കും. ഞാൻ വേറെ എന്ത് മേടിച്ചു കൊടുക്കണേക്കാളും. പിന്നെ ഞാൻ ഇപ്പോൾ പ്ലഡ്ജ് ചെയ്തിട്ടായാലും അങ്ങനെയാണെങ്കിലും എനിക്കത് സെറ്റാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഇത്തിരി ഷോർട്ടേജ് വന്നിട്ടുണ്ടെങ്കിലും അതവിടെ സെറ്റാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പം നമ്മൾ 2 വളയാണ് നോക്കാൻ പോയത് കേട്ടോ. പോളിച്ചൊന്നും ഇല്ലാത്ത ഒതുക്കി പണിയാണ്, കമ്പിവള പോലത്തെ വളയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ ഒരു സൈസ് നമ്മൾ കണ്ടു. പക്ഷേ സൈസൊക്കെ വലുതായിരുന്നു, നമുക്ക് ചെറുതായിരുന്നു വേണ്ടത്. അയിനുട്ടൻ്റെ കൈയൊക്കെ ഭയങ്കര ചെറുതല്ലേ, അപ്പോൾ നമുക്ക് ചെറുതായിരുന്നു വേണ്ടത്. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, ഈ ഒരു മോഡൽ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവർക്ക് അവിടെ പണിയിക്കാൻ കൊടുത്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. നമുക്ക് പിറ്റേ ദിവസത്തേക്കാണ് പിറന്നാൾ. നമ്മൾ ഇന്ന് പിറന്നാൾ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ഡേ ആണ് നമ്മളിവിടെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ നമുക്ക് കൊടുക്കണം ഈ സാധനം കേട്ടോ. അപ്പം നമുക്ക് കാശിക്കൂട്ടൻ്റെ കൈമിലിട്ടിട്ടാണ് നമ്മൾ നോക്കുന്നത് സൈസ് എങ്ങനെയാണ്. കാശിയുടെ കൈയിനേക്കാൾ ചെറുതാണ് അയ്യൂൻ്റെയും കൈ. പിന്നെ വിചാരിച്ചത് ഇത്തിരി വലുതായാലും കുഴപ്പമില്ല, നാളെ അവർക്ക് ഇടാലോ. ചെറുത് വാങ്ങിച്ച് പിന്നെ പെട്ടെന്ന് നമ്മുടെ കാശിയുടെ കൈമിലൊരു വള എടുക്കുന്നുണ്ട്. ആ വള ഊരാൻ പറ്റുമെന്ന് ഞങ്ങൾ കുറേ നോക്കി. കണ്ട കൈമിലൊരു തടവള നമ്മൾ ഒരു ഇടിയം വള വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഇപ്പോൾ കുടുസായിട്ട് കെടുക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ വാസ്ലിനൊക്കെ പുരട്ടിയിട്ട് അത് ഊരാൻ നോക്കി. പക്ഷേ ഒരു രക്ഷയില്ല, അത് വെട്ടന്നെ വേണ്ടി വരും. ഇപ്പം അംഗനവാടി പോണേക്കാൾ തൊട്ട് മുമ്പായിട്ട് വന്നിട്ട് അത് നമ്മളത് വെട്ടിയെടുക്കണം. അപ്പോൾ അത്രയും ചെറുത് മേടിക്കേണ്ട വെച്ചു. കാരണം ചെറുത് മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അത് കുടുസായി പോവില്ലേ, കുറച്ചളഞ്ഞത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തിരി വലുതായാലും വലുത് മേടിക്കാമെന്ന് വെച്ചിട്ട് വേറൊരു നല്ലൊരു മോഡൽ കണ്ടു, അത് ഞാൻ മേടിച്ചു കേട്ടോ. ഒരു ഇടിയം വളൊക്കെ ഒരു മോഡൽ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ഇത് എന്താ സംഭവം ചോദിച്ചിട്ട് എനിക്കറിയില്ല. എനിക്ക് സിംഹത്തിൻ്റെ തലയോ അതല്ല ആക്ച്വലി അതിൻ്റെ ഒക്കെ ഏകദേശം ഒരു മോഡൽ പോലെ തോന്നി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇവിടെ ഗേൾസിന് എന്തോരം സെലക്ഷനാണെന്നറിയാമോ. പെൺകുട്ടികൾക്കാണ് സെലക്ഷൻ വളയ്ക്കൊക്കെ, ആൺകുട്ടികൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അവർക്ക് ഈ ഒരു മോഡലിലെ ഈ ഒരു മോഡൽ, അതായത് ആൺപിള്ളേരിടുന്ന മോഡൽസിന് കുറച്ച് ലിമിറ്റേഷൻസും പെൺകുട്ടികളിടുന്ന മോഡൽ അയ്യോ അൺലിമിറ്റഡ് ആയിട്ടാണ് എവിടെയും ഉണ്ടാവുക.
അപ്പം ഇതെനിക്ക് ഞാൻ വേറൊരുത്തിലും കണ്ടിട്ടില്ല. അപ്പോൾ ഇതന്നെ ഫിക്സ് ചെയ്തു. എന്നാലും സൈസ് വലിയ വലുതുമല്ല എന്നാൽ വലിയ ചെറുതുമല്ല, ആ ഒരു രീതിയിലാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നമ്മൾ ഫിക്സഡ് ഇതെന്തായാലും മേടിക്കാമെന്ന് വിചാരിച്ചു. താളം പിടിക്കുമ്പോൾ താനീ മറന്നു പോയി ആരും കാണാതെ വഴി മൊട്ടയിലെ പന്തലിട്ട് പൊട്ടുകുത്തു നാം ഇരുന്നു, പാലപ്പൂ തുമ്പികളും കൂട്ടിരുന്നു. അപ്പൊ നമ്മളിത് സാധനം മേടിച്ചു. അയ്യോ മാർക്കറ്റ് കയറിയാൽ മതിയായിരുന്നു. കാരണം ഇവിടെ സൈസ് ഇത്തിരി കുറവാണ്, അതായത് കുറച്ചും കൂടെ വലിപ്പമുള്ള സൈസ് ഇച്ചിരി കുറവാണ് ഇവിടെ. അപ്പം സാധാരണ ഇവിടെ ഉണ്ടാവാറുണ്ട് സ്റ്റോക്ക്, പക്ഷെ ഇപ്പോൾ അവരത് എന്തോ പണിയിക്കാൻ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അഥവാ ഷോർട്ടാണ് ഇവർക്ക് കയറില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ പറയുന്ന ഒരു ഇഷ്ടത്തിന് നമുക്ക് പണിയിപ്പിക്കാന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിലേ നമ്മ പറഞ്ഞ വെയിറ്റിന് ആ വട്ടത്തിലുള്ളില്ല. അതന്നെ നമ്മൾ പറഞ്ഞ വെയിറ്റിന് ആ വട്ടത്തിലുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ ചെയ്യാലോ. അളവിന് നമ്മുടെ അളവിന് കേറില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെയും കൊണ്ട് വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു അളവ് എടുത്ത് ചെയ്യിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്കിത് സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് അല്ലൂടെ എക്സ്പ്രഷനൊക്കെ കണ്ടത്, വളവ് എടുക്കുമ്പോഴത്തെ എക്സ്പ്രഷൻ. പ്രത്യേകിച്ച് ചിലപ്പോൾ എക്സ്പ്രഷനും കാണില്ല, പക്ഷെ അവൻ എൻ്റെ അടുത്ത് തന്നെ വന്ന് ഒരു അഞ്ചു ഇല്ല ഇത് കീത്ത് പിരികേറ്റ് വിടുന്നതാണോ എന്നാണ് എനിക്കൊരു സംശയം. അഞ്ചു വല്ല ഇല്ല ചേറ്റ അങ്ങനെ വിഷമിച്ചിട്ട് വരും. എനിക്ക് പാറു ആയപ്പോ തൊട്ട് എനിക്കിങ്ങനെ ഒഴിഞ്ഞ കൈ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് വിഷമാണ്. എനിക്ക് പാറുവിനായാലും അംഗനവാടി പോയ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമാ അവരുടെ കയ്യിൽ ഇങ്ങനെ ഒന്നും ഇല്ലാണ്ട് കാണുമ്പോൾ. പിന്നെ ഇപ്പൊ കണ്ട് ഓക്കെ ആയി. അങ്ങനെയാണ് ഗൈസ്. ഉണ്ട് കേട്ടോ, അവർക്ക് വള ഇല്ലാന്നല്ല പറഞ്ഞത്, പക്ഷെ ഉള്ള വള ഒടിഞ്ഞും അല്ലെങ്കിൽ ഞളങ്ങിയും കുത്തിത്തറക്കുന്ന വിധത്തിലായിട്ടും അങ്ങനെയൊക്കെ ആക്കിയിട്ട് അത് ഊരി വെച്ചിരിക്കുകയാണ്. ഇതും നോക്കിയൊക്കെ കുറച്ച് നാൾക്ക് ഉണ്ടാവുള്ളായിരിക്കും. അപ്പൊ ഗൈസ് നമ്മൾ വീടെത്തിയിട്ട് അവർക്ക് നൈസിൽ ഈ സൺസണ്ട് സാധനം കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ പാറുമോള് വീട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നേരെ നമുക്ക് പോവാം. ഓക്കെ, നമ്മളപ്പോൾ അതേ വീടെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പാറുട്ടനെ കൊണ്ട് ഗിഫ്റ്റ് കൊടുപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും പാറുവിന് ഭയങ്കര വിഷമാണ്. വെച്ചാൽ നമ്മളെല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പാറുട്ടന് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അനിയന്മാർക്ക് അവൾ തന്നെ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. അച്ഛനോടും അമ്മനോടും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു അമ്മ നമ്മൾ വള മേടിക്കുന്നു, അച്ഛൻ വള മേടിക്കുന്നു. പിന്നെ ഞങ്ങൾ അരഞ്ഞാണാക്കി. പിന്നെ ഇറങ്ങിയപ്പോൾ പറഞ്ഞു നമുക്ക് എന്ത് തോന്നുന്നോ അതുപോലെ മേടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പാറുവിന് സ്വകാര്യത്തിൽ പറഞ്ഞു കൊടുക്കാൻ പോവാണ് കേട്ടോ. പാറു ഭയങ്കര പിണക്കത്തിലൊക്കെയാണ്. അപ്പോൾ സ്വകാര്യത്തിൽ പറഞ്ഞു കൊടുക്കാൻ പോവാണ്. പാറുട്ട ഗിഫ്റ്റ് ഉണ്ട്, അത് ഉണ്ണിയാളെ കയ്യിൽ കൊടുക്കണമെന്ന് സ്വകാര്യത്തിൽ പറഞ്ഞു കൊടുക്കാൻ പോവാണ്.
ഞങ്ങൾ കയ്യപ്പോഴും റെഡി കയ്യപ്പോഴും റെഡി നോക്കട്ടെ തന്നെ എവിടെ അല്ലു എവിടെ നോക്കട്ടെ അല്ലു ഇങ്ങോട്ട് വന്നേ അഞ്ചു നോക്കട്ടെ അല്ലു നോക്കട്ടെ അഞ്ചു നോക്കട്ടെ അഞ്ചു നോക്കട്ടെ അതിന് നോക്കട്ടെ വള നോക്കട്ടെ കാണിച്ചേ എവിടെ കാണിച്ചതാ അഞ്ചുവിനെ അപ്പോൾ ഗൈസ് നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി 2 ദിവസം ഇത് സ്റ്റൈല് കാണിച്ച് നടക്കലായിരുന്നു കേട്ടോ. ന്യൂ വള എന്ന് പറഞ്ഞ് നടക്കലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവർക്ക് വലിയ ലൂസൊന്നുമില്ല കേട്ടോ. അപ്പോൾ 3ാമത്തെ വർഷത്തെ എനിക്ക് തോന്നുന്നു ഞാൻ കൊടുത്ത ഏറ്റവും നല്ലൊരു സമ്മാനമായിട്ട് തോന്നുന്നു. നാളേക്കുള്ളവർക്ക് വലിയൊരു അസറ്റായിട്ട് തോന്നുന്നത് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. പിള്ളേർക്കും നല്ല സന്തോഷമായി. അല്ലൂട്ടനും ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ ബൈ, സീ യു.